2018 ശേഷമുള്ള അനധികൃത കുടിയേറ്റക്കാരെ നീക്കം ചെയ്യാനുള്ള UK സർക്കാരിന്റെ നീക്കം ശക്തമായിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ അനധികൃത കുടിയേറ്റക്കാരെ സർക്കാർ നീക്കം ചെയ്തതായ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇതോടെ 2018 പ്രതിജ്ഞ ചെയ്ത അനധികൃത കുടിയേറ്റക്കാരെ നീക്കം ചെയ്യൽ നിരക്കിനെ മറികടന്നിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പിന് ശേഷം റിട്ടേൺ ആക്ടിവിറ്റിയിലെ കുതിച്ചുചാട്ടം UKയിലെ അവകാശമില്ലാതെ അനധികൃത കുടിയേറ്റക്കാർക്ക് നേരെയായിരുന്നു. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം 16,400 ആളുകളെ നീക്കം ചെയ്യുന്നതിലേക്ക് നയിച്ചതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നിർബന്ധിത റിട്ടേണുകൾ 12 മാസങ്ങൾക്ക് മുൻപുള്ളതിനെ അപേക്ഷിച്ച് 24% വർദ്ധിച്ചു. കൂടാതെ 2,580 വിദേശ കുറ്റവാളികളെ നീക്കം ചെയ്തതോടെ ബ്രിട്ടന്റെ തെരുവുകൾ സുരക്ഷിതമായതായി ഇതിനെ അപേക്ഷിച്ച് 23% വർധനവ് രേഖപ്പെടുത്തിയതായും UKയിലെ മാധ്യമങ്ങൾ വ്യക്തമാക്കി. ബെസ്പോക്ക് ചാർട്ടർ ഫ്ലൈറ്റുകൾ വഴിയാണ് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലേക്കുള്ള ഇമിഗ്രേഷൻ കുറ്റവാളികളെ നീക്കം ചെയ്തത്. UKയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ 4 റിട്ടേൺ ഫ്ലൈറ്റുകൾ ഉൾപ്പെടെ 800-ലധികം ആളുകളെ വഹിച്ചുകൊണ്ട് പറന്നു. തിരഞ്ഞെടുപ്പിന് ശേഷം നീക്കം ചെയ്ത വ്യക്തികളിൽ മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾ, മോഷണം, ബലാത്സംഗം, കൊലപാതകം എന്നിവയ്ക്ക് ശിക്ഷിക്കപ്പെട്ട കുറ്റവാളികളും ഉൾപ്പെടുന്നതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ ബാക്ക്ലോഗ് ക്ലിയർ ചെയ്യാൻ സഹായിക്കുന്നതിനായി അസൈലം പ്രോസസ്സിംഗ് പുനരാരംഭിക്കുകയും ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റിൽ പ്രവർത്തിക്കാൻ 1000 ജീവനക്കാരെ പുനർവിന്യസിക്കുകയും ചെയ്തതിലൂടെയാണ് അധികാരത്തിൽ വന്ന് 6 മാസത്തിനുള്ളിൽ തന്നെ അനധികൃത കുടിയേറ്റക്കാരെ നീക്കം ചെയ്യാൻ സർക്കാരിന് സാധിച്ചത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കണ്ട നീക്കം ചെയ്യലിലെ നാടകീയമായ ഇടിവ് ചില നിയന്ത്രണങ്ങളിലേക്ക് പോയെങ്കിലും ഇത് ഗവൺമെന്റിന്റെ മാറ്റത്തിനായുള്ള പദ്ധതിയുടെ ഭാഗമായി. കൂടാതെ തകർന്ന ഇമിഗ്രേഷൻ സംവിധാനത്തിന്റെ അടിത്തറ പരിഹരിക്കാനും ഈ നിയന്ത്രണങ്ങൾ സഹായിക്കുകയും ചെയ്തു. അതേസമയം ഇന്ന് ചാനലിൽ ജീവൻ അപകടത്തിലാക്കി പണം സമ്പാദിക്കുന്നവരെ ഉത്തരവാദികളാക്കി ക്രമരഹിതമായ കുടിയേറ്റം തടയുന്നതിന്, ഇത് ചെറുക്കുന്നതിനും തടസ്സപ്പെടുത്തുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു പുതിയ ഉപരോധ വ്യവസ്ഥ സർക്കാർ പ്രഖ്യാപിച്ചു. അപകടകരമായ യാത്രകൾ ചെയ്യുന്ന വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ടാർഗറ്റ് ചെയ്യാനും ഈ സംഘങ്ങളുടെ സാമ്പത്തിക സ്ഥിതി തടസ്സപ്പെടുത്താനും അവർക്ക് സഹായിയായി പ്രവർത്തിക്കുന്നവരെ കണ്ടെത്താനുമായി ആദ്യത്തെ ഭരണകൂടം UKയെ അനുവദിക്കുകയും ചെയ്തു. കൂടാതെ ഇതുവഴി ക്രമരഹിതമായ കുടിയേറ്റം തടയുന്നതിനും ചെറുക്കുന്നതിനുമുള്ള UKയുടെ കഴിവ് വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. കള്ളപ്പണം പ്രയോജനപ്പെടുത്തുന്ന കുറ്റവാളികളെ തടയാൻ നിയമപാലകർ പൊതു-സ്വകാര്യ പങ്കാളിത്തത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നുവെന്ന് നേരിട്ട് കാണുന്നതിനായി പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ സിറ്റി ഓഫ് ലണ്ടൻ പോലീസ് സന്ദർശിച്ചു. നിയമപാലകരും ക്രിമിനൽ നീതിയും നിലവിൽ എത്തിച്ചേരാൻ കഴിയാത്തവരെ ലക്ഷ്യം വയ്ക്കുന്നതിനുള്ള ഒരു അധിക ഉപകരണമായിരിക്കും പുതിയ ഉപരോധ വ്യവസ്ഥ എന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം മാറ്റത്തിന്റെ വാഗ്ദാനത്തിലാണ് ഈ ഒരു സർക്കാർ തിരഞ്ഞെടുക്കപ്പെട്ടതെന്നും അതുകൊണ്ട് തന്നെ വെറും 6 മാസത്തിനുള്ളിൽ തങ്ങൾക്ക് ഒരു സ്കീമിനായി പ്രവർത്തിക്കാൻ കഴിഞ്ഞതായും അത് വെറും 4 സന്നദ്ധ പ്രവർത്തകരെ തിരികെ നൽകുകയും പകരം ഇവിടെയിരിക്കാൻ അവകാശമില്ലാത്ത 16,400 ആളുകളെ നീക്കം ചെയ്യാൻ സാധിച്ചതായും വ്യക്തമാക്കിയിട്ടുണ്ട്. നിയമവിരുദ്ധമായി ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സന്ദേശം കൂടി അദ്ദേഹം നൽകി. ഇത്തരം വ്യാജ സംഘങ്ങളിൽ വിശ്വാസം അർപ്പിച്ച് നിങ്ങൾ നിങ്ങളുടെ പണം പാഴാക്കിയിട്ടുണ്ടെങ്കിൽ അത് വേഗത്തിൽ തന്നെ തിരികെ നൽകാമെന്നും അതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നടക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. നിയമവിരുദ്ധമായ ജോലികൾക്കെതിരെയുള്ള തങ്ങളുടെ നടപടി തുടരുകയും അഭയ ബാക്ക്ലോഗ് മായ്ക്കുന്നതിൽ പുരോഗതി കൈവരിക്കുകയും ചെയ്തതായും പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് റിട്ടേൺ ലഭിക്കുമെന്ന പ്രതിജ്ഞ ഇപ്പോൾ മറികടന്നിരിക്കുകയാണെന്നും ആഭ്യന്തര സെക്രട്ടറി യെവറ്റ് കൂപ്പർ പ്രതികരിച്ചു. നിയമങ്ങൾ മാനിക്കപ്പെടുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുക എന്നതാണ് തങ്ങളുടെ മുൻഗണന എന്നും മാറ്റത്തിനായുള്ള പദ്ധതിയുടെ ഭാഗമായി 2025 തങ്ങൾ കൂടുതൽ മുന്നോട്ടു പോകുമെന്നും ക്രിമിനൽ കള്ളക്കടത്ത് ശൃംഖലകളെ തടസ്സപ്പെടുത്തുന്നതിന് പുതിയ നിയമനിർമ്മാണം അവതരിപ്പിക്കുകയും കൂടാതെ ഈ ക്രിമിനൽ സംഘങ്ങളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ അതിർത്തി സുരക്ഷാ കമാൻഡ് വഴി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.